സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷിന് തിരിച്ചടി. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ അഴിമതിയിൽ സുരേഷ് 43 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് ഉത്തരവ്. സുരേഷ് വൈസ് പ്രസിഡന്റായ ബാങ്കിൽ നിന്ന് ഭരണസമിതി അംഗങ്ങൾ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയെന്നാണ് കണ്ടെത്തൽ. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷാണ് വൈസ് പ്രസിഡന്റ്. ഈ ബാങ്കിൽ നിന്ന് ഭരണസമിതി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൈരളി ന്യൂസിൽ ലഭിച്ചു. സഹകരണ വകുപ്പിന്റെ ചട്ടം ലംഘിച്ച് വായ്പ എടുത്തതിലടക്കം 43 ലക്ഷം രൂപ സുരേഷ് ബാങ്കിന് തിരിച്ചടയ്ക്കണം. ജപ്തി നടപടികളിലേക്ക് കടക്കാനാണ് നിർദ്ദേശം. ബാങ്കിന് 4.16 കോടിയുടെ നഷ്ടം ബി.ജെ.പി. ഭരണസമിതി വരുത്തിവച്ചു. RSSന്റെ മുൻ വിഭാഗ് ശാരീരിക് പ്രമുഖ് ജി. പത്മകുമാറാണ് ബാങ്കിന്റെ പ്രസിഡന്റ്. പത്മകുമാർ പലിശ സഹിതം 46 ലക്ഷം രൂപ ബാങ്കിന് തിരിച്ചടയ്ക്കണം. ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളായ 16 പേരിൽ 7 പേർ 46 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബാക്കി 9 പേർ 16 ലക്ഷം രൂപ വീതവും തിരിച്ചടയ്ക്കണമെന്നും ഉത്തരവിലുണ്ട്. സഹകരണ ചട്ടം ലംഘിച്ച് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പയെടുത്തു. ബിനാമി പേരിൽ പലർക്കും വായ്പകൾ നൽകി. പലിശ ഇളവ് നൽകിയതിലും വായ്പകൾ നൽകിയതിലും വ്യാപക ക്രമക്കേടുകൾ ഉണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി തിരുമല അനിലിന്റെ ആത്മഹത്യ സമാനമായ ബാങ്കിന്റെ ബാധ്യത കാരണമായിരുന്നു. അന്ന് തിരുമല അനിലിനെ ബി.ജെ.പി. നേതാക്കൾ കൈവിട്ടിരുന്നു. പാർട്ടി നേതൃത്വം കൈവിട്ടതോടെയാണ് അനിൽ ആത്മഹത്യ ചെയ്തത്. എന്നാൽ സമാനമായ സാമ്പത്തിക തട്ടിപ്പ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് തന്നെ ചെയ്തു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ചുമതല ഏറ്റെടുത്ത ശേഷം 1.5 വർഷത്തിനുള്ളിൽ താൻ ബാങ്കിൽ നിന്ന് രാജിവെച്ചു എന്നാണ് സുരേഷ് പറയുന്നത്. ജപ്തി നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തുവെന്നും സുരേഷ് വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.